ദി ഹണ്ടർ കില്ലർ സബ്മറൈൻ അഥവാ വേട്ടയാടിക്കൊല്ലുന്ന അന്തർവാഹിനി. ഇങ്ങനെയൊരു വിശേഷണം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാകും അല്ലേ? എന്നാൽ വെറും വിശേഷണം മാത്രമല്ല. ചൈനയോ പാകിസ്ഥാനോ ആരുമായിക്കൊള്ളട്ടെ, ഇന്ത്യക്ക് നേരെ വരുന്ന ശത്രുക്കളെ പിന്തുടർന്ന് ഇല്ലാതാക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം മതി. അത്യാധുനിക സന്നാഹങ്ങളോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ അന്തർവാഹിനി INS വാക്ഷീർ നാവികസേനയ്ക്ക് കൈമാറിയതോടെ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നത് ചില്ലറയൊന്നുമല്ല. ഒരു കടുകുമണിയുടെ പിഴവ് പോലും ഉണ്ടാകാതിരിക്കാൻ നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിലാണ് INS വാക്ഷീർ അന്തർവാഹിനി നിർമ്മാണ കമ്പനി സേനയ്ക്ക് നൽകിയത്. പുതിയ അന്തർവാഹിനി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്നാണ് വാർത്തകൾ. സ്കോർപിയൻ ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന 6ാമത്തെ അന്തർവാഹിനിയാണ് INS വാക്ഷീർ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയോടെ നിർമ്മാണം പൂർത്തിയായ അന്തർവാഹിനിയുടെ പരീക്ഷണം മെയ് മുതൽ നടന്നുവരികയായിരുന്നു. ഇതെല്ലാം പൂർണ്ണമായി വിജയിച്ചതിന് പിന്നാലെയാണ് അന്തർവാഹിനി കൈമാറിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്കായി ആവിഷ്കരിച്ച ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത്. കരുത്താണ് ഈ അന്തർവാഹിനിയെ വേട്ടയാടിക്കൊല്ലുന്ന അന്തർവാഹിനി വിശേഷണത്തിന് അർഹമാക്കിയത്. വെള്ളത്തിനടിയിലും മുകളിലും വെച്ച് ശത്രുക്കളെ ഫലപ്രദമായി നേരിടാൻ INS വാക്ഷീറിന് കഴിയും. നിരീക്ഷണം മുതൽ യുദ്ധം വരെയുള്ള ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ INS വാക്ഷീറിന് കരുത്തുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഈ അന്തർവാഹിനി നാവികസേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും ഉറപ്പാണ്. ജനുവരി 15-ന് മുംബൈയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും INS വാക്ഷീർ ഉൾപ്പെടെ 3 കപ്പലുകളുടെയും കമ്മീഷനിംഗ് നിർവഹിക്കുകയെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മിസൈൽ നശീകരണ കപ്പലായ INS സൂറത്ത്, സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS നീലഗിരി തുടങ്ങിയവയാണ് കമ്മീഷൻ ചെയ്യുന്ന കപ്പലുകൾ. 7400 ടൺ കേബ് ഭാരമുള്ള കപ്പലാണ് സൂറത്ത്. നീലഗിരിക്ക് 6670 ടൺ ഭാരമാണുള്ളത്. ഇതിനൊപ്പം കമ്മീഷൻ ചെയ്യുന്ന അന്തർവാഹിനി INS വാക്ഷീറാണ്. ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വാക്ഷീറിന് 1600 ടണ്ണാണ് ഭാരം. ഇവ 3ഉം അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ്. മുംബൈയിലെ മസഗോൺ ഡോക്സ് ലിമിറ്റഡാണ് യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചത്. പ്രോജക്ട് 15B പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 4ാമത്തെ യുദ്ധക്കപ്പലാണ് INS സൂറത്ത്. INS മോർമുഗാവ്, INS ഇംഫാൽ എന്നിവയാണ് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി നിലവിൽ നാവികസേനയുടെ കൈവശമുള്ളത്. 3500 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രോജക്ട് 15B. നാവികസേനയുടെ ആദ്യത്തെ AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്ന യുദ്ധക്കപ്പൽ കൂടിയാണ് INS സൂറത്ത് എന്ന സവിശേഷത കൂടിയുണ്ട്. പ്രോജക്ട് 17A എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കപ്പലാണ് നീലഗിരി. 7 മൾട്ടിറോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് പ്രോജക്ട് 17A. ഈ പദ്ധതിയിലെ ആദ്യത്തെ കപ്പലാണ് നീലഗിരി. ഈ പദ്ധതിയിലെ ബാക്കി 3 മസഗോൺ ഡോക്സിലും മറ്റു 3 കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സുമാണ് നിർമ്മിക്കുന്നത്. 45,000 കോടി രൂപയുടേതാണ് പദ്ധതി. എതിരാളിയുടെ റഡാർ കണ്ണുകളിൽ പതിയാതെ ആക്രമണം നടത്താനുള്ള സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന കപ്പലുകളാണ് പ്രോജക്ട് 17Aയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. 2026 ആകുമ്പോഴേക്കും ബാക്കിയുള്ള കപ്പലുകൾ കൂടി സേനയുടെ ഭാഗമാകും. ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് INS വാക്ഷീർ. 23,000 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന 6 സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയിലെ 6ാമത്തേതും അവസാനത്തേതുമായ അന്തർവാഹിനിയാണ് വാക്ഷീർ. കൂടാതെ ഇതേ ശ്രേണിയിൽ 3 അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാനുള്ള ചർച്ചകൾ ഫ്രാൻസുമായി നടക്കുന്നുണ്ട്. നിലവിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് കൂടാതെ 60 യുദ്ധക്കപ്പലുകളും സമുദ്രയാനങ്ങളുമാണ് നാവികസേനയ്ക്ക് വേണ്ടി വിവിധ ഷിപ്പ്യാർഡുകളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മീഷൻ ചെയ്യാൻ പോകുന്ന 2 യുദ്ധക്കപ്പലുകൾക്ക് പുറമെ റഷ്യയിൽ നിർമ്മിച്ച INS തുഷിൽ ഇന്ത്യയിലെത്തിയിരുന്നു. ഇതിനു പുറമെ ഒരു കപ്പൽ കൂടി റഷ്യയിൽ നിർമ്മാണത്തിലിരിക്കുകയാണ്. INS തമൽ എന്നാകും ഇതിന് പേരിടുക. 2030 ആകുമ്പോഴേക്കും 155 മുതൽ 160 യുദ്ധക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കുക എന്നതാണ് നാവികസേന ലക്ഷ്യമിടുന്നത്. സേനയുടെ മിക്ക യുദ്ധക്കപ്പലുകളും അപ്പോഴേക്കും കാലഹരണപ്പെടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നിലവിൽ 130 യുദ്ധക്കപ്പലുകളും 251 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് നാവികസേനയ്ക്കുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നുകയറാൻ നോക്കുന്ന ചൈനയ്ക്ക് നിലവിൽ 370 യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമാണ് ഉള്ളത്.